ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ശ്രീ വസന്ത് സിറിയക്ക് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ശശീന്ദ്രൻ പോകരുത്, തുടരൂ. ശ്രീ വസന്ത് സിറിയക്ക്, അതായത് CPIM ആവശ്യപ്പെടുന്നത് സ്വാഭാവികമായി ഒരു ജീർണതയോ വീഴ്ചയോ ഉണ്ടാകാം, പക്ഷേ അത് പരിഹരിക്കാനുള്ള ഒരു ഇടപെടൽ പോലും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഒന്ന്, 2 മനുഷ്യരുടെ ജീവൻ പോയ വിഷയമാണ്. രണ്ടാമത്തെ മറ്റൊരു വിഷയം ഈ കോഴയാണ്. കോഴ കൊടുത്തവർ ഒന്നാകെ ഇളകിയെത്തി അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ KK ബിജു എന്ന പുതിയ ഒരാൾ കൂടി എത്തി. അയാൾ നൽകിയ പണവും അയാൾ IC ബാലകൃഷ്ണ വീട്ടിൽ പോയി ബഹളം വെച്ച കാര്യവും ഒക്കെ പറയുന്നു. അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് എടുക്കേണ്ട നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ എടുക്കണമെങ്കിൽ അതിനുവേണ്ടിയാണ് അന്വേഷണ കമ്മീഷനെ വെച്ചിരിക്കുന്നത്. ആ അന്വേഷണ കമ്മീഷൻ ഇന്ന് വയനാട്ടിൽ സിറ്റിംഗ് നടത്തുന്നുണ്ട്. ഇവർക്കെല്ലാം പാർട്ടിയിൽ വിശ്വസിക്കുന്ന പാർട്ടി പ്രവർത്തകരുണ്ടെങ്കിൽ അവർക്ക് അവിടെ എന്ത് ചെയ്യാം, അന്വേഷണ കമ്മീഷന് മുമ്പാകെ മൊഴി കൊടുക്കാം. അതിന്മേലൊരു റിപ്പോർട്ട് ഉണ്ടാവും, ആക്ഷൻ ഉണ്ടാവും. ഏത് കൊലകൊമ്പനാണെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പാർട്ടി വിരുദ്ധ പ്രവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ, പാർട്ടിയുടെ അന്തസ്സത്തിന് ചേരാത്ത രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ആക്ഷൻ ഉണ്ടാകുമെന്ന് ഇന്നലെ KPCC പ്രസിഡന്റ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വസന്ത് ഈ ഘട്ടത്തിലല്ലല്ലോ അത് ചെയ്യേണ്ടത്. ഈ മെയ് 21 അടക്കം ഈ വിജയൻ അടക്കമുള്ളവർ, NM വിജയൻ അടക്കമുള്ളവർ കത്തെഴുതുകയും KPCC അധ്യക്ഷനെ അറിയിക്കുകയും VD സതീശനെ അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടില്ലേ? ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ 2 ജീവൻ പോകുന്നു, ഇത്രയേറെ പ്രശ്നങ്ങൾ കുളവാകുന്നു. ഇപ്പോഴും IC ബാലകൃഷ്ണനെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നിട്ട് നിങ്ങളുടെ ആഭ്യന്തര അന്വേഷണമുണ്ട്, അത് ബോധ്യമായതിനു ശേഷം എന്ന് പറയുന്നത് ആരെ പറ്റിക്കാനാണ് സിറിയക്ക്? അല്ലല്ല, ഞങ്ങളെ സംബന്ധിച്ച് വിജയേട്ടന്റെ മരണത്തിന് ശേഷം അവരുടെ കുടുംബം ഞങ്ങളുടെ നേതൃത്വത്തെ വന്ന് കണ്ടു, ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തു. അത് മാത്രമാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. അതിന്മേലാണ് അന്വേഷണ കമ്മീഷനെ വെച്ചത്. ആ കുടുംബത്തെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഞങ്ങൾ അന്വേഷണ കമ്മീഷനെ. പക്ഷേ ആ കുടുംബം അന്തവും കുന്തവും ഇല്ലാത്തവരല്ലേ? അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ നേതൃത്വത്തിന്റെ മുമ്പിൽ എത്തി BJP പണം തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്, CPM പണം തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കാനാണ്. അതൊക്കെ ആരെ പറ്റിക്കാനാണ്? CPM-ഓ BJP-യോ ആരോ ആയിക്കോട്ടെ, നിങ്ങളുടെ നേതാക്കൾ വാങ്ങി നിയമനം നടത്താനായി കോഴ വാങ്ങിയതിന് എന്തിനാണ് CPM-ഉം BJP-യും പണം കൊടുക്കുന്നത്? അങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നില്ലേ? ഒരു നേതാവിൻ്റെതായ രീതിയിലല്ല സതീശൻ പ്രതികരിച്ചത്. ഇതുവരെയും അവരെ ഒരു ഫോൺ കോൾ പോലും ചെയ്ത് തിരികെ ചോദിച്ചിട്ടില്ലെന്ന് അവർ പറയുന്നില്ലേ? ഈ വിജയന്റെ ജീവിച്ചിരിക്കുന്ന മകനടക്കം പറഞ്ഞില്ലേ? അല്ല, അത് അവരുടെ മകനോട് തന്നെയാണ് ചോദിക്കേണ്ടത്. ഏതായാലും CPM-ഉം BJP-യും പണം തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അവർ തന്നെ പറഞ്ഞു വന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞു. ഇനി അങ്ങനെ അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ നിയമ നടപടികളുമായി മുമ്പോട്ട് പോട്ടെ. ഞങ്ങൾ ഈ വിഷയത്തിൽ എടുക്കാവുന്ന ഏറ്റവും മികച്ച നിലപാട് എടുത്തു കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ ഒരു നേതാവും ഒരിടത്തും ഒളിക്കാൻ പോകുന്നില്ല. ഞങ്ങളുടെ ഒരു DCC ഓഫീസും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നേരെ പൂട്ടിയടയ്ക്കാൻ പോകുന്നില്ല. ആണോ ശ്രീ CK ശശീന്ദ്രൻ, കോൺഗ്രസ് നേതാവ് ശ്രീ വസന്ത് സിറിയക്ക് പറയുന്ന ഇക്കാര്യങ്ങളാണോ ഇതിലെ യുക്തിഭദ്രമായ ഒരു രാഷ്ട്രീയ ഇടപെടൽ? ഇതാണോ വേണ്ടത് ഒരു പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവർക്ക് മാതൃക? ശ്രീ വസന്ത് പറയുന്ന പോലെയല്ല വയനാട്ടിൽ കോൺഗ്രസ്സുകാർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അവര് പരസ്യമായി പൊതുയോഗം നടത്തി നിഷ്കളങ്കനാണ്, യാതൊരുവിധ പ്രശ്നവും IC ബാലകൃഷ്ണന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല, MLA-യുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല, മറ്റെല്ലാം രാഷ്ട്രീയ പ്രതിയോഗികൾ നടത്തുന്ന കള്ളപ്രചരണമാണെന്ന രീതിയിലുള്ള വലിയ ക്യാമ്പയിൻ ജില്ലയ്ക്കകത്തോടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൊതുയോഗങ്ങൾ, പ്രകടനങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾ നേരിട്ട് കാണുകയല്ലേ. അപ്പൊ സാധാരണഗതിയിൽ അന്വേഷണം കാര്യമൊക്കെ അവരുടെ പാർട്ടിയുടെ കാര്യം, അതവർ നടത്തിക്കോട്ടെ, അതിനൊന്നും നമുക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഇങ്ങനെ ഒരാളെ സംരക്ഷിക്കാൻ എന്തിനാ എന്താ അന്വേഷണം കഴിഞ്ഞിട്ട് പോരെ സംരക്ഷണം? അന്വേഷിച്ച് അതിന്റെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ ആ സംരക്ഷണവും അവരെ MLA-യും കോൺഗ്രസ് നേതാക്കളെയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത്, അതാണ് വിഷയം. നേരത്തെ ഇവിടെ പേര് പറഞ്ഞല്ലോ, KL പൗലോസിന്റെ പേര് എഴുതി വെച്ചിട്ടാണ് മാനന്തവാടി മണ്ഡലം കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള ജോൺ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കാലുവാരി എന്നെ തോൽപ്പിച്ചു കളഞ്ഞു ബോധപൂർവം എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. DCC ഓഫീസിലാണ് പോയി ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അല്ല, DCC ഓഫീസിലല്ല, കോൺഗ്രസിന്റെ മണ്ഡല ഓഫീസിൽ, മാനന്തവാടി തെറ്റിപ്പോയതാണ്, മണ്ഡല ഓഫീസിലാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 2 വലിയ സംഭവങ്ങൾ വന്ന ശേഷം കോൺഗ്രസ് നേതൃത്വമാകെ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ആണ് ഇവിടെ ബത്തേരിയിൽ വന്നിട്ട് ഈ കാര്യങ്ങളിൽ ഉദ്ഘാടനം, പൊതുയോഗങ്ങളും മറ്റു കാര്യങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. പിന്നെ KPCC പ്രസിഡന്റ് പറഞ്ഞല്ലോ, സുധാകരൻ തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹം ശ്രീ സുധാകരൻ പറഞ്ഞ എന്താണ് അന്തവും കുന്തവും ഇല്ലാത്ത. അപ്പൊ ആ കുടുംബത്തെ കുറ്റപ്പെടുത്തുകയല്ലേ ചെയ്തത്? അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട, അച്ഛനെയും സഹോദരനെയും നഷ്ടപ്പെട്ട മകന്റെ കൂടെ അല്ലല്ലോ നിന്നത്. അദ്ദേഹത്തെ കളിയാക്കുകയും പുച്ഛിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത്. അപ്പൊ മനോഭാവം നമുക്ക് മനസ്സിലായല്ലോ. ഇതാണ് വിഷയം. വയനാട്ടിൽ വസന്ത് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല ശ്രീ CK ശശീന്ദ്രൻ, ഈ വയനാട്ടിലുള്ള കോൺഗ്രസ്സുകാർക്കും മറ്റ് പൊതുപ്രവർത്തകർക്കും ഒക്കെ അറിയാം, ഇപ്പോൾ നമ്മൾ കാണുകയും തെളിവ് സഹിതം ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിട്ട കാര്യങ്ങൾക്ക് പുറമേ
അനവധി കോഴയുടെ കാര്യങ്ങൾ കോൺഗ്രസിന് മറച്ചു വെക്കാറുണ്ട്. അങ്ങനെ ഒരു കോഴ ഇടപാടിൻ്റെ ഒരു പരമ്പര തന്നെ വിവിധ ബാങ്കുകളുമായി ബന്ധപ്പെട്ട സഹകരണ മേഖലയിൽ കോൺഗ്രസും നേതൃത്വം നടക്കുന്നുണ്ട്. ഇത് അങ്ങാടിപ്പാട്ടാണ് വയനാട്ടിൽ എന്നാണ് പൊതുവിൽ അറിയപ്പെടുന്നത്. ശ്രീ സി കെ. അതെ, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ബാങ്ക് മാത്രമല്ല, കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിലെല്ലാം ഇത് നടക്കുന്നുണ്ട്. അതൊരു സാധാരണ സംഭവം പോലെയാണ്. കോൺഗ്രസ് സാധാരണ അങ്ങനെ നിയമനങ്ങളിലൊക്കെ അവർ സ്ഥാപനങ്ങളിൽ പൈസ മേടിക്കുന്നതൊക്കെ നാട്ടിലെല്ലാവർക്കും കേട്ടുകേൾവി ഒരു വർത്തമാനം ഉള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. തീർച്ചയായും